ഇരട്ട ജീവപര്യന്തം ചോദ്യം ചെയ്ത് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾ സുപ്രീം കോടതിയിലേക്ക്. ശിക്ഷ സ്റ്റേ ചെയ്യണമെന്നാണ് കിർമാണി മനോജും കൊടിസുനി അടക്കമുള്ള 7 പ്രതികളുടെയും ആവശ്യം. വിവരങ്ങളുമായി ശ്യാം ദേവരാജ് ചേരുന്നു. ശ്യാം ദേവരാജ്, ശിക്ഷാ ഇളവ് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ചില അപേക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. ഈ അപേക്ഷയിന്മേൽ സർക്കാരെടുത്ത തീരുമാനങ്ങൾ വിവാദമായിരുന്നു. നിയമസഭയിലടക്കം ചോദ്യം ചെയ്തിരുന്നു. ഹൈക്കോടതിയിൽ ഈ പ്രതികൾ പോയിരുന്നു. ശിക്ഷാവിധി ഇളവ് ചെയ്യണമെന്നുള്ള പ്രതികളുടെ ആവശ്യം ഹൈക്കോടതി നിരാകരിച്ചിരിക്കുന്നു. ഈ ഘട്ടത്തിലാണോ സുപ്രീം കോടതിയിലേക്ക് പോകുന്നത് പ്രതികൾ? ഡോക്ടർ അരുൺകുമാർ, അങ്ങനെ തന്നെയാണ്. ടി.പി. ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളാണ് സുപ്രീം കോടതി സമീപിച്ചിരിക്കുന്നത്. ഇത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശിക്ഷാവിധി ശരിവെച്ച നടപടിക്കെതിരെയാണ് അപ്പീലുമായി സുപ്രീം കോടതി സമീപിച്ചിരിക്കുന്നത്. ഇരട്ട ജീവപര്യന്തം ആണ് എല്ലാ പ്രതികൾക്കും 1 മുതൽ 7 വരെയുള്ള പ്രതികൾക്കും 11ാം പ്രതിക്കും നൽകിയത്. 8ഉം 11ഉം പ്രതികൾക്ക് നൽകിയത്. ഈ സാഹചര്യത്തിലാണ് ഇവർ ഈ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി റദ്ദാക്കണം എന്നും അടിയന്തരമായി ജാമ്യം നൽകണം എന്നടക്കമുള്ള ആവശ്യങ്ങൾ സുപ്രീം കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. അനൂപ്, കിർമാണി മനോജ്, കൊടിസുനി, രജീഷ്, ഷാഫി, ഷിനോജ് എന്നിവരാണ് സുപ്രീം കോടതി സമീപിച്ചത്. ഗൂഢാലോചന കുറ്റത്തിൽ ഇവർക്ക് വീണ്ടും ജീവപര്യന്തം ശിക്ഷയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നൽകിയത്. ഇത് സ്റ്റേ ചെയ്ത് ജാമ്യം നൽകണം എന്നതാണ് ഇവരുടെ ആദ്യത്തെ ആവശ്യം. സുപ്രീം കോടതിയിൽ ഇവർ ആവശ്യപ്പെടുന്ന ആദ്യത്തെ ആവശ്യം ഇതാണ്. മാത്രമല്ല, കേസിൽ നിന്നും വെറുതെ വിടണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ഇവർ ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ 12 വർഷമായി ജയിലിൽ കഴിയുകയാണ്. ജാമ്യം പോലും ലഭിച്ചിട്ടില്ല എന്ന കാര്യവും പ്രതികൾ ഈ ഹർജിയിൽ പറയുന്നുണ്ട്. ഒപ്പം ഈ ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്കൊപ്പം 2 മറ്റു പ്രതികൾ കൂടി സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ട്. അത് CPM നേതാക്കളായ ഹൈക്കോടതി ശിക്ഷിച്ച ജ്യോതിബാബു, കെ കൃഷ്ണൻ എന്നിവരാണ് അപ്പീൽ നൽകിയത്. ഇവർ ജീവപര്യന്തം ശിക്ഷയ്ക്കെതിരെയാണ് ജീവപര്യന്തം ശിക്ഷയാണ് ഇവർക്ക് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നൽകിയത്. നേരത്തെ വിചാരണ കോടതി ഇവരെ വെറുതെ വിട്ടിരുന്നു. എന്നാൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇവരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ജീവപര്യന്തം ശിക്ഷ നൽകുകയുമായിരുന്നു. ഇതിനെതിരെയാണ് ജ്യോതിബാബുവും കെ കൃഷ്ണനും സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത്. ഈ രണ്ട് അപ്പീലുകളും സുപ്രീം കോടതി അവധിക്കാലത്തിന് ശേഷമായിരിക്കും പരിഗണിക്കുക. അതായത് ജൂലൈ 8-ന് ശേഷമായിരിക്കും പരിഗണിക്കുക. പ്രത്യേകിച്ചും ഇത് ഇപ്പോൾ വലിയ ചർച്ചയാകുന്നത് പ്രത്യേകിച്ചും ടി.പി. ചന്ദ്രശേഖരൻ കേസിലെ 3 പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള സർക്കാരിന്റെ തീരുമാനം അല്ലെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങളാണ് വലിയ വിവാദമായിരുന്നു. അതിന്റെ തൊട്ടു പിന്നാലെയാണ് ഈ ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത ഇത്രയും പ്രതികൾ സുപ്രീം കോടതി സമീപിച്ചിരിക്കുന്നു എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് സുപ്രീം കോടതി അവധിക്കാലത്തിന് ശേഷമായിരിക്കും ഈ ഹർജി. ഒരു കാര്യം കൂടി ശ്യാം, ഈ ഇരട്ട ജീവപര്യന്തം പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിയാണ്. ഇരട്ട ജീവപര്യന്തം വിധിച്ചു എന്ന് പറയുമ്പോൾ ഇവർക്ക് ജാമ്യമില്ലാതെ എത്ര കാലം ജയിലിൽ കഴിയേണ്ടി വരും? ഇരട്ട ജീവപര്യന്തമായിട്ട് അതിനെ ഉയർത്തി ഗൂഢാലോചന കേസിലെ ഇരട്ട ജീവപര്യന്തം ഹൈക്കോടതി റദ്ദാക്കാത്ത സാഹചര്യത്തിൽ എത്ര കാലം കഴിഞ്ഞ് ഇവർക്ക് നിലവിൽ ജാമ്യം ലഭിക്കൂ? ഡോക്ടർ അരുൺകുമാർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയാണ്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസ് ഡോക്ടർ എ കെ ജയശങ്കർ നമ്പ്യാർ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി എന്നത് ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമായിരുന്നു. അതിന്റെ കൺക്ലൂഡിംഗ് പാരഗ്രാഫിൽ ഏറ്റവും അവസാനത്തെ സംഗ്രഹത്തിൽ വ്യക്തമായി പറയുന്നത് പ്രതികൾക്ക് 20 വർഷത്തേക്ക് ഏതെങ്കിലും രീതിയിലുള്ള ശിക്ഷ ഇളവോ ജാമ്യമോ നൽകരുത് എന്ന കാര്യമാണ്. അതായത് പരോളോ ജീവപര്യന്തമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ജാമ്യം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു ശിക്ഷാ ഇളവും നൽകരുത് എന്ന കാര്യം കർശനമായ രീതിയിൽ തന്നെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരുന്നത്. അല്ലെങ്കിൽ അതിന്റെ വിധിന്യായത്തിൽ അങ്ങനെയാണ്. ഈ സാഹചര്യത്തിൽ ഒരു പ്രതികൾക്കും ശിക്ഷയിൽ ഇളവ് നൽകുക അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഇളവ് നൽകുക എന്നത് സർക്കാരിനെ സംബന്ധിച്ച് പ്രായോഗികമല്ല. പക്ഷേ സർക്കാർ അത്തരമൊരു നടപടി ജയിൽ വകുപ്പ് സ്വീകരിച്ചു എന്നതാണ് ഏറ്റവും വിവാദമായ ഒരു കാര്യം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ശ്യാം. അതായത് 20 വർഷം ഇവർക്ക് ജാമ്യം നൽകാൻ പാടില്ല എന്നുള്ളത്, അല്ലെങ്കിൽ ജാമ്യം അടക്കമുള്ള ശിക്ഷാ ഇളവുകൾ നൽകുന്നത് സർക്കാർ പരിഗണിക്കരുത് എന്നതാണ് ഹൈക്കോടതിയുടെ വിധിയുടെ പാരഗ്രാഫിൽ ഉണ്ടായിരുന്നത്. അതിനെ മറികടന്നാണ് ഈ ജയിൽ സൂപ്രണ്ട് കമ്മീഷണർക്ക് ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടന്നത്. അതായിരുന്നു വിവാദം. ശ്യാം, അതായത് ഇപ്പോൾ 10 വർഷത്തോളം ഇവർ ശിക്ഷ അനുഭവിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനിയുള്ളൊരു 10 വർഷവും ഇവർക്ക് ജയിലിൽ തന്നെ കഴിയേണ്ടി വരും നിലവിൽ ഈ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി പാലിക്കുകയാണെങ്കിൽ, അല്ലേ? ഡോക്ടർ അരുൺകുമാർ, അങ്ങനെ തന്നെയാണ്. ആകെ 20 വർഷമാണ്. അതായത് ഈ കൊലപാതകം ടി.പി. ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതിന് ശേഷം ഇവർ തൊട്ടു പിന്നാലെ പിടിയിലായിരുന്നു. ഈ പിടിയിലായതിനു ശേഷമുള്ള 20 വർഷക്കാലത്തേക്കാണ്, തുടർച്ചയായ 20 വർഷക്കാലത്തേക്കാണ് ഇവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ശിക്ഷാ ഇളവിന് അർഹതയില്ലാത്തത്. അതിനുശേഷം മാത്രമേ അത്തരം അപേക്ഷ വന്നാൽ അത് പരിഗണിക്കുക പോലും
ചെയ്യാവൂ എന്നതാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. ആ വിധി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ വിധി ചോദ്യം ചെയ്ത് പ്രതികൾ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടേ ഉള്ളൂ. അതിന്മേൽ ഇനി നോട്ടീസ് അയക്കേണ്ടതുണ്ട്. സംസ്ഥാന സർക്കാരിനോടും കെ രമ ഉൾപ്പെടെയുള്ള എതിർകക്ഷികളോടും വിശദീകരണം തേടേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവരുടെ മറുപടി തേടേണ്ടതുണ്ട്. അതിന് അപ്പുറത്തായിരിക്കും, അതിനൊക്കെ ശേഷമായിരിക്കാം സുപ്രീം കോടതി ഒരുപക്ഷെ ഇതിന്മേൽ എന്തെങ്കിലും ഒരു ജാമ്യം നൽകണമെന്ന് അടക്കമുള്ള കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുകയും മനസ്സിലായി. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. എന്തായാലും സുപ്രീം കോടതി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്യുമോ എന്നതാണ് നമ്മൾ അറിയേണ്ടത്. അനൂപ്, കിർമാണി മനോജ്, കുടിസുനി അടക്കമുള്ള 7 പ്രതികളും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇരട്ട ജീവപര്യന്തം വിധി. ആ വിധി റദ്ദു ചെയ്യണം. അങ്ങനെ റദ്ദു ചെയ്താൽ തങ്ങൾക്ക് ജാമ്യമടക്കമുള്ള ശിക്ഷാ ഇളവുകൾ ലഭിക്കും. അങ്ങനെ ജാമ്യം ലഭിക്കണം എന്നതാണ് സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുന്ന ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ 7 പ്രതികളും ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഈ പ്രതികളെ എങ്ങനെയെങ്കിലും ശിക്ഷാ ഇളവ് കൊടുത്ത് പുറത്തു കൊണ്ടുവരാൻ ചിലർ നീക്കം നടത്തിയിരുന്നു. ആ നീക്കത്തിന് രാഷ്ട്രീയവും സർക്കാരിൻ്റെയും ആയ പിന്തുണയുണ്ട് എന്നതാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷവും കെ രമയും ആരോപിച്ചത്.